ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വയ്യ. അതിന് മാത്രം വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. F1 ഫാൻസിന് വേണ്ടി നമ്മുടെ കയ്യിൽ കുറച്ച് F1 കാസും അതുപോലെ തന്നെ ഫെറാറയുടെ 1-2 മോഡൽസ് വന്നിട്ടുണ്ട്. അതും 1:18 സ്കെയിലും 1:24 സ്കെയിലിലെ സംഭവങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഞാൻ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് 1:24 സ്കെയിലിൻ്റെ മാക്സ് വെർസ്റ്റാപ്പൻ അവൻ്റെ കാറാണ്, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണ് മാക്സ് വെർസ്റ്റാപ്പൻ്റെ F1 കാർ. ഓക്കെ, ഇതൊരു ഗ്ലാസ് ബോക്സിലാണ് വരുന്നത്. 1:24 സ്കെയിലാണ്. അതൊരു ആക്രലിക് ബോക്സ്. ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം ഞാനൊന്നും പറയാനുള്ള, നിങ്ങൾക്കറിയാലോ ബുറാഗോയുടെയൊക്കെ ഡീറ്റെയിലിംഗ് എന്തായിരിക്കും എന്ന് അറിയാലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഷോ കേസിൽ വെക്കുകയോ എവിടെ വേണമെങ്കിലും വെക്കാം. അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ബോക്സിലാണ് ഇത് വരുന്നത്. കാറിൽ വേണമെങ്കിൽ കാറിൽ വെക്കാം. ഇതാണ് 1:24 സ്കെയിലിൽ മാക്സ് വെർസ്റ്റാപ്പൻ്റെ വണ്ടി. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബുറാഗോയുടെ കുറച്ച് കാസാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ടൈപ്പ് F1 കാറിൻ്റെ പ്രൈസ് വരുന്നത്, ഇത് RB19 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4500 റുപ്പീസാണ് പെർ പീസ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള 1:18 സ്കെയിലിൽ F1 കാറാണ്. അതും ബുറാഗോ ഫെറാറി എഡിഷൻ. ഈ കാർ നിങ്ങൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ സൈസ് തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവും. 1:24 1:18 വരുമ്പോഴും അതിൻ്റെ ഗ്ലാസ് ബോക്സ് ഒക്കെ കാണാം. പ്രിറ്റി എക്സ്പെൻസീവാണ് ഈ F1 കാറൊക്കെ. നിങ്ങൾക്കറിയാലോ, ഞാൻ ജസ്റ്റ് നിങ്ങളെ മെൻഷൻ ചെയ്യുന്നതല്ല. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് മനസ്സിലാവണമെങ്കിൽ ഈ ഇരിക്കുന്നത് 1:24 അതിൻ്റെ തൊട്ടടിയിലുള്ളത് 1:18 സ്കെയിലാണ്. അപ്പോൾ ഇത്ര ഒരു ഡിഫറൻസാണ് ഈ രണ്ട് സ്കെയിലുകൾ തമ്മിലുള്ളത്. അതുപോലെ പ്രൈസിങ്ങിലും നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു അക്രലിക് ബോക്സ് വരുന്ന 1:18 സ്കെയിൽ F1 കാറിൻ്റെ പ്രൈസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 13,500 റുപ്പീസ് വരും. കാരണം ഇതിൻ്റെ ഡീറ്റെയിലിങ്ങും ഇതിൻ്റെ ബോക്സും ഇതിൻ്റെ പാക്കിങ്ങും ഇതിൻ്റെ സൈസും കൊണ്ടാണ് ഇതിന് ഇത്രയും പ്രൈസ് വരുന്നത്. ഇത് നോക്കിക്കോ, ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് നെക്സ്റ്റ് ഒരു സംഭവമുണ്ട്, ഫെറാറി. അതിൻ്റെ കാസും കൂടെ കാണിച്ചു തരാം. ഇതിനെക്കാളും കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ബോക്സിങ്ങും ഡിഫറെൻറ്റ് പാക്കിങ്ങും ആയിരിക്കും ആ ഒരു കാറിന്. ഇതാണ് നമ്മുടെ ഫെറാറി വരുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് പ്രീമിയം ബോക്സിങ് ആയിരിക്കും ഇതിൻ്റെ എല്ലാത്തിനും വരുന്നത്. കണ്ടോ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇപ്പോൾ താഴെ പോയാനെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാണ്ട് ഇത് നമ്മുടെ ഫെറാറി എന്ന് പറഞ്ഞു പോയി. കാരണം ഇതിന് മുമ്പ് ഫെറാറി വന്നുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ നോക്കിയപ്പോഴായിരുന്നു ഇത് ഡേറ്റോണയുണ്ടോ ഫെറാറിയുടെ. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു കാറ്റലോഗ് കിട്ടുന്നുണ്ട്. ഇതാണ് കാറ്റലോഗ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പൺ ആവും, എന്തൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാറ്റലോഗാണ്. ഇതിൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ബാക്കിലാണ് എൻജിൻ വരുന്നത്. കണ്ടല്ലോ, ബാക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഫ്രണ്ടിലെ ബൂട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് സ്പേസ് ഒക്കെ കാണാം. ഫെറാറിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല. ഇപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സ് എല്ലാം ഒരുപാട് നോളജുള്ള ആൾക്കാരാണ്. എല്ലാം ശ്രദ്ധിക്കുന്നതും നോക്കുന്ന ആൾക്കാരാണ്. ഈ ഇരിക്കുന്ന ഒരു പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഫിക്സ് ചെയ്യുന്ന ഇതിൻ്റെ റൂഫാണ്. ഇതിപ്പോൾ കൺവേർട്ടബിൾ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡോസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. വേണ്ട, ഇത് ബട്ടർഫ്ലൈ ഡോസ് പോലത്തെ ഡോസാണ്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്സ് നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഉള്ളിലേക്ക് വരാണെങ്കിൽ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ കാണാം. വേണ്ട, അത്യാവശ്യം ഹെവി സീറ്റ് ബെൽറ്റ്സ്. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ടയർ മൂവ് ആവും. കാരണം ഇതിൻ്റെ പ്രൈസിങ്ങും ഡീറ്റെയിലിങ്ങും കാരണമാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കൂടി വരിക. പിന്നെ ഇതിൻ്റെ ബോക്സ് നിങ്ങൾ കണ്ടല്ലോ, തെർമോക്കോൾ ബോക്സിൽ ബുറാഗോ എന്നൊക്കെ പഞ്ച് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റോണ. ഇതിന് അറൗണ്ട് നമ്മൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,500 റുപ്പീസാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഇനി ഞാൻ നിങ്ങളെ അടുത്തത് പരിചയപ്പെടുത്തി തരാം. ഇത് ബുറാഗോയുടെ തന്നെ സെയിം ഞാൻ ഇപ്പോൾ കാണിച്ച മോഡലിന് തന്നെ. ഇത് ഡേറ്റോണ തന്നെയാണ്. ഇതിൻ്റെ അത് കളർ ഇവിടെ ഉണ്ടാവും. ഇത് റെഡ് കളറാണ്. ആക്ച്വലി ഫെറാറി ഒരെണ്ണം, ശരിക്കും ഫെറാറി ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു ഫെറാറി ഉള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റെഡ് ഓപ്റ്റ് ചെയ്യുക. ഇപ്പോൾ 3-4 ഫെറാറി ഉള്ളവർക്ക് പല കളേഴ്സ് ഉണ്ടാവും. ഓപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. യെല്ലോ ഒക്കെ ഓപ്റ്റ് ചെയ്യണത് കുറേ ഫെറാറി ഉള്ളവസാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം എനിക്കറിയില്ല എങ്ങനെയാണ്, ഞാൻ പണ്ടത്തെ കാര്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മറന്നുപോയി. ഇത് ഫ്രാൻസിസ്കോ ബഗാനിയ ഓടിച്ചിരുന്ന 2022 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഓടിച്ചിരുന്ന മോട്ടോ ജിപ്പിലെ സെയിം ബൈക്കാണ് ഡുക്കാട്ടിയുടെ. ഇതിൻ്റെ ഒരു 1:6 സ്കെയിലാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഇതിൽ ലെനോവോ അങ്ങനെ ഒരുപാട് ബ്രാൻഡിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ആക്ച്വൽ എങ്ങനെയാണോ മോട്ടോ ജിപ്പിൽ ആ ബൈക്ക് ഉണ്ടായിരുന്നത് ആ സെയിം മോഡലാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. നിങ്ങൾ നോക്കി, ഇതിനകത്ത് ബ്രേക്ക് ലിവറൊക്കെ കണ്ട നല്ല ഡീറ്റെയിലിംഗ്, നല്ല ഹെവിയാണ്.
മെയ്സ്റ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, ഒഫീഷ്യൽ ലൈസൻസ് പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5750 ആ റേഞ്ചാണ്. കൃത്യമായിട്ട് 5000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതും നമ്മളുടെ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ നമ്മളുടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോറിൽ വരാണെങ്കിൽ ഇതൊക്കെ പർച്ചേസ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടിരിക്കുന്നത് ഫെറാറിയുടെ F1 കാറാണ്. ഇതും ആ 1:18 സ്കെയിൽ വരുന്ന കാസാണ്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 10,500 റുപ്പീസാണ് വരുന്നത്. ഈ സെയിം തന്നെ നിങ്ങൾക്ക് 1:24 സ്കെയിലിൽ വേണമെങ്കിൽ ഇതുപോലെ അക്രലിക് ബോക്സിൽ വരുന്ന സംഭവമുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,500 റുപ്പീസാണ്. F1 കാസ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പുതിയതിൽ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചത് മാക്സ് വെർസ്റ്റാപ്പൻ്റെ തന്നെ വേറൊരു സീരീസ് F1 കാറും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ F1 കാസിനൊക്കെ 4,500 ആണ് 1:24 വരുന്നത്. ഈ ഒരു മോഡൽസിനൊക്കെ വരുന്നത് 10,500. ഈ ഒരു പാക്കിങ്ങിന് വരുന്ന ഫെറാറിക്കും 10,500 ആണ്. ഇത് സിഗ്നേച്ചർ സീരീസാണ്. ഞാൻ നേരത്തെ കാണിച്ച തെർമോക്കോൾ ബോക്സിൽ വന്നത് സിഗ്നേച്ചർ സീരീസാണ്. പിന്നെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള F1 കാർ വേണമെങ്കിൽ ഞാൻ കാണിച്ചല്ലോ അക്രലിക് ബോക്സിൽ വരുന്ന F1 കാറുണ്ട്. ഇത് 13,500 റുപ്പീസിനാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മളെ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.